സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഋഗ്വേദവും പഴയ നിയമ ഗ്രന്ഥവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണിച്ചു തരാനാണ്. എൻ്റെ കൊച്ചുകുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ വേദങ്ങളാണ്. ആ വേദങ്ങളുടെയും അടിത്തറ ഋഗ്വേദമാണ്. മാത്രമല്ല, വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെയുള്ള അറിവുകൾ, ആ അറിവുകൾക്ക് മുൻപ് ലോകം കൈകൂപ്പി നിൽക്കുകയാണ്. വേറെ ഒരു സമൂഹത്തിനോ സമ്പ്രദായത്തിനോ ഇത്രയ്ക്കും ഗഹനമായ അറിവുകളെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വളരെ കൊച്ചുകുട്ടിക്കാലം മുതൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്നും വൈദികരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു 26-ാമത്തെ വയസ്സിൽ കോളേജിലെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു 1000 രൂപ കടം വാങ്ങുകയും അദ്ദേഹം രോഗാതുരനായി മരിക്കുന്നതിന് മുൻപ് ആ 1000 രൂപ തിരിച്ചു തരാൻ ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ കുറച്ച് എനിക്ക് തന്നു. ആ പുസ്തകങ്ങളിൽ ഒരു പുസ്തകം ഋഗ്വേദത്തിൻ്റെ 8 വോള്യങ്ങളാണ്. OMC നമ്പൂതിരിപ്പാട് പദാനുപദ വിവർത്തനം ചെയ്ത ഋഗ്വേദത്തിൻ്റെ 8 വോള്യങ്ങൾ. അന്ന് എൻ്റെ ആ 26-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു പുസ്തകം കിട്ടിയപ്പോൾ എന്തായാലും ഇതൊന്ന് വായിച്ചു കളയാം എന്ന അർത്ഥത്തിൽ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്നിൽ വളരെ കൺഫ്യൂഷൻ ആയി. കാരണം ഈ 10 മണ്ഡലങ്ങളിലുള്ള ഈ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ഒരു 90% അതിൽ കാണുന്നത് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ വിജയിക്കാനായിട്ട് ഇന്ദ്രനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഇതെന്താ ഇങ്ങനെ? ഇതൊരു യുദ്ധ കാഹളം, വാർക്രൈ എന്ന് പറയില്ലേ, യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, പശുവും സമ്പത്തും ഒക്കെ ഉണ്ടാകാനുള്ള നിരന്തരമായ പ്രാർത്ഥനകളാണ് ഇതിൽ ഭൂരിഭാഗവും. അങ്ങനെ അടുത്ത വോള്യം വായിച്ചു. അപ്പോൾ എല്ലാ വോള്യത്തിലും നിറഞ്ഞു നിൽക്കുന്നത് യുദ്ധത്തിന് വേണ്ടി, യുദ്ധത്തിൽ ജയിക്കാനും കച്ചവടത്തിൽ ജയിക്കാനും കൂടുതൽ കാശുണ്ടാവാനും കൂടുതൽ പശുക്കൾ ഉണ്ടാക്കാനും പെണ്ണുങ്ങൾ ഉണ്ടാവാനും ഒക്കെയാണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗോത്രങ്ങളെ കീഴടക്കുന്നു, അവിടെയുള്ളത് പിടിച്ചെടുക്കുന്നു, അതിന് ദൈവം കൂട്ടുനിൽക്കുന്നു. അങ്ങനെയുള്ള ഇന്ദ്രൻ്റെ വിക്രിയകളാണ് ഇതിൽ ഭൂരിഭാഗവും. മാത്രമല്ല, ഈ കൃഷ്ണനെയും അർജുനനെയും കൊല്ലുന്നു. കറുത്ത തൊലിയുള്ളവരുടെ കറുത്ത തൊലി ഉരിക്കാനാണ് ഈ ദൈവം പണിയെടുക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, വെളുത്തവൻ നല്ലതും കറുത്തവൻ മോശവുമാണെന്നുള്ള വെളുത്തവൻ കറുത്തവനെ കീഴടക്കുന്ന ഒരു വലിയ ഒരു സന്ദേശം ഇതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ പ്രായത്തിൽ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനൊരു പൊട്ടനായതുകൊണ്ടാവാം എനിക്കിതിങ്ങനെ കാണുന്നത്. നല്ല ബുദ്ധിയുള്ള ആളുകൾ വായിച്ചാൽ ഇതിനേക്കാൾ അപ്പുറത്തും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 50 വയസ്സായപ്പോൾ വീണ്ടും ഇതെടുത്ത് ഞാൻ പല അധ്യായങ്ങളും മറിച്ച് നോക്കിയപ്പോഴും എനിക്കിതിൽ നിന്ന്, ഈ ചിന്തകളിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റണില്ല. പക്ഷേ ആരോടെങ്കിലും ഇതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഋഗ്വേദത്തിലെ മുഴുവൻ യുദ്ധകാഹളങ്ങളാണ്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഇത് വായിക്കാത്തവർ പോലും എന്നെ പറയും, നിനക്ക് യാതൊരു വിവരമില്ല, അറിവില്ല എന്നൊക്കെ പറയും. അങ്ങനെ വീണ്ടും ഗഹനമായിട്ട് ഞാൻ ഋഗ്വേദത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്, പല ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്ത് പല ഗുരുക്കന്മാരെയും കണ്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഋഗ്വേദത്തിലെ 10 മണ്ഡലങ്ങളിൽ 2 തൊട്ട് 7 മണ്ഡലങ്ങൾ മാത്രമേ ഒറിജിനൽ വേദമുള്ളൂ. 1-ാമത്തെ മണ്ഡലവും
8, 9, 10 മണ്ഡലവും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, അതായത് അവര് അവകാശപ്പെടുന്നത് വിദേശ സ്കോളർമാർ, ഇന്ത്യക്കാർക്ക് പഠനമില്ല, ഒന്നുമില്ല. ഇന്ത്യക്കാർ വെറുതെ ഇങ്ങനെ പറയുള്ളൂ 50,000 കൊല്ലം പഴക്കണ്ട്, അത്രയുണ്ട് എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ വിദേശത്ത് ഉള്ള സ്കോളർമാർ ഇത് പഠിച്ചിട്ട് പറയുന്നത് ഈ 1-ാം മണ്ഡലവും 8, 9, 10 മണ്ഡലവും ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത് BC 1000 ത്തിലാണ് എന്നാണ് അവർ പറഞ്ഞത് എന്നോട്, ഇതിനെക്കുറിച്ച് പഠിച്ചവർ. കാരണം അങ്ങനെ വരാനായിട്ട് അവർ കാരണം പറയുന്നത് ഇതാണ്: ഈ അയേൺ, ഇരുമ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏജ് എന്ന് പറയുന്നത് 1200 തൊട്ട് ഇപ്പുറത്തുള്ള കാലഘട്ടമാണ് അയേൺ ഏജ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കൃഷി, രാജാവ്, വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യം, ഇതൊക്കെ ഉള്ളത് 8, 9, 10ലാണ്. അതായത് കലപ്പ കൊണ്ട് ഒഴുകുന്നത്, ഇരുമ്പ് ഉപയോഗിക്കുന്നത്, കറുത്ത മെറ്റൽ ഉപയോഗിക്കുന്നത്, വ്യാപകമായ കൃഷി, രാജാവ്, പുരോഹിതൻ, വർണ്ണങ്ങൾ, ജാതി വ്യവസ്ഥ, ഇതൊക്കെ ഇതിൽ വരുന്നത് 8, 9, 10 മണ്ഡലങ്ങളിലാണ്. 2 തൊട്ട് 7 വരെയുള്ളതിൽ ജാതി വ്യവസ്ഥയില്ല, രാജാവില്ല, പുരോഹിതനില്ല, ഇതൊന്നും നിങ്ങൾക്ക് കൃഷിയില്ല, ഇരുമ്പില്ല, ഒന്നും കാണാൻ പറ്റില്ല. ആ ഒരു യാഥാർത്ഥ്യം കാണുന്നത് കൊണ്ടാണ് ഇത് ലേറ്റർ പീരീഡിൽ, കാരണം ഒരു പാസ്റ്ററൽ ആയിട്ട് നൊമാഡിക്കായിട്ട് നടന്നിരുന്ന ഒരു വർഗത്തിൽ നിന്ന് ഒരു സെറ്റിൽഡ് ലൈഫ് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് കൃത്യമായിട്ട് എഴുതി ചേർത്തതാണെന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം. അപ്പം ആ കാലഘട്ടം അവരിപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് BCE 1000ത്തിലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ രാജാവിൻ്റെ ഒരു പാട്രണേജ്, കാരണം എഴുത്തും വായനയും ഇതൊക്കെ വരുന്നത് രാജാക്കന്മാരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അല്ലാണ്ട് ഭരണകൂടത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നല്ല ഭരണാധികാരികൾ ഉണ്ടായാൽ രാജ്യം വികസിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിലാണ് ഒരു സെറ്റിൽഡ് അഗ്രികൾച്ചർ, സെറ്റിൽഡ് കൃഷി, എഴുത്ത്, റെക്കോർഡ് ചെയ്ത് വെക്കൽ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ അയേൺ എന്ന് പറയുന്നത് മുൻപുണ്ടായിട്ടുണ്ടാവാം, പക്ഷേ കലപ്പ ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു വാക്കായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത് ഈ മൗര്യ സാമ്രാജ്യത്തിൻ്റെ BC കാലഘട്ടത്തിലാണ് എന്നുള്ളത് ആണ് എൻ്റെ നിഗമനം. എന്ന് വെച്ചാൽ ഒരു BC 400-അടുത്താണ് 1-ാം മണ്ഡലവും 8, 9, 10 അതിൽ കൂട്ടിച്ചേർത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം നിങ്ങൾ എടുക്കണമെന്നില്ല, കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനി 1, 8, 9, 10 പ്രത്യേകത എന്താണ്? യഥാർത്ഥത്തിൽ ഉപനിഷത്തുകളിൽ വരുന്ന ആശയങ്ങൾ ഇതിൽ കുറേശ്ശെ എഴുതി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഉപനിഷത്തുകളുടെ കാലഘട്ടം ഏതാണ്? 600 BC തൊട്ടാണെന്നാണ് ഈ ഭാഷ ഫിലോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് നിർണ്ണയിക്കാൻ വേറെ മാർഗങ്ങളില്ല. കാരണം ഓറൽ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് റിട്ടൺ ടെക്സ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ വാമൊഴി മാത്രമേ ഉള്ളൂ, എഴുത്തില്ല. ഈ വാമൊഴി മാത്രമായാലുള്ള പ്രശ്നം ഇതാണ്: ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കൂട്ടിച്ചേർത്ത് വരാം. ഇപ്പോൾ പാണിനി BCE 600 വ്യാകരണ ഗ്രന്ഥം എഴുതല്ല പറയണേ, ആൾ ഓറലി ഉണ്ടാക്കി. പക്ഷേ ഈ BCE എന്ന് വെച്ചാൽ ക്രൈസ്റ്റിന് മുമ്പ്, കോമൺ ഇറയ്ക്ക് മുമ്പ് 600 രൂപപ്പെടുത്തിയ പാണിനിയുടെ വ്യാകരണം 100 കൊല്ലം, 200 കൊല്ലം, 300 കൊല്ലം, 400 കൊല്ലം കഴിയുമ്പോൾ ഇത് ഓരോരുത്തരും അതിൽ പരിഷ്കരിച്ച് റിട്ടൺ ഫോമിൽ വരുന്നത് ഒരു 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഗുപ്ത പീരീഡിലാണ് ഇത് റിട്ടൺ ഫോമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1000 കൊല്ലക്കാലം ഇതിലെ പരിഷ്കാരം വരുമ്പോൾ ഇത് എവിടെ വരുന്നു, എങ്ങനെ വരുന്നു എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്, കണ്ടെത്താനായിട്ട് പൂർണ്ണമായ ഒരു മാർഗമില്ല. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ 1-ാം മണ്ഡലവും 8, 9, 10 മണ്ഡലവും തമ്മിലുള്ള മാറ്റം എന്താണ്? ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഉപനിഷത്തിൽ കാണുന്ന ചില ആശയങ്ങൾ ഇതിൽ കടന്ന് കൂടി വരുന്നത്. ഇപ്പോൾ
ഏകം സത് വിപ്ര ബഹുധ വദന്തി. പ്രൊനൗൺസിയേഷനൊന്നും എൻ്റെ കറക്റ്റ് ആവണമെന്നില്ല കേട്ട, കാരണം ഞാൻ സംസ്കൃത പണ്ഡിതനല്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഏകം സത്ത്, അതായത് ബഹുധ വദന്തി. ഈ പ്രപഞ്ചത്തിൽ കുറേ സാധനങ്ങൾ കാണുന്നു, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള പ്രിൻസിപ്പിൾ എല്ലാം, തത്വം എല്ലാം ഒന്നാണ്. നാമങ്ങൾ പലതാണെങ്കിലും തത്വം ഏകമാണ്. അപ്പം പ്രിയമുള്ളവരെ, ഇതാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന, ഋഗ്വേദങ്ങളിലുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ തത്വമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് 1-ാം മണ്ഡലത്തിലുള്ളതാണ്. പക്ഷേ ഇത് 6-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് മുമ്പ് അല്ലെങ്കിൽ കോമൺ എറയ്ക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ഇത് പാർമനൈറ്റ്സ് എന്ന് പറയുന്ന ഇറ്റലിയിലെ സിസിലിയിലുള്ള ഒരു തത്വചിന്തകൻ്റെ അടിസ്ഥാന പ്രമേയമാണ്. എന്ത്, ഈ ലോകത്തിൽ പലതരം വസ്തുക്കളുണ്ടെങ്കിലും അതെല്ലാം ഏക തത്വമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതാണ് പാർമനൈറ്റ്സ്. ആ ഏക തത്വമാകട്ടെ മാറ്റത്തിന് വിധേയവുമല്ല. അത് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയാണ്. അതിനെങ്ങനെ വേണമെങ്കിൽ പാർമനൈറ്റ്സ് BCE 600 എഴുതിയ ആ തത്വത്തെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സനാതന ഏകതത്വവാദം. അതാണ് അതിൻ്റെ അർത്ഥം, സനാതന ഏകതത്വവാദം. അതിനെയാണ് യൂറോപ്യൻസ് മോണിസം എന്ന് വിളിക്കുന്നത്. ഈ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറയുന്ന വാചകത്തിൽ യൂണിറ്റി എന്ന് പറയുന്നതില്ല. എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഒരേ പ്രിൻസിപ്പിളുള്ളോ, എല്ലാം കൂടി ഒന്നാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കണം. അത് മനുഷ്യത്തുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ BCE 600 എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ്, വേറെ ഒരു തെളിവുകളില്ലാതെയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രീക്കുകാരും BC 600 കാലഘട്ടത്തിൽ സൈറസ് ഇന്ത്യയെ കീഴടക്കുമ്പോൾ, അതായത് നോർത്ത് ഇന്ത്യയുടെ ഈ ഭാഗങ്ങളൊക്കെ സിറിയൻ രാജാവ് കീഴടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഗ്രീസ് മുതൽ ഇന്ത്യ വരെയാണ്. ഗ്രീസ് മുതൽ ഇന്ത്യ വരെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം. അങ്ങനെയാണ് ഗ്രീക്ക് സ്കോളേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ആ കാലത്ത്. സിറിയൻ സ്കോളേഴ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ BC 700 തന്നെ ഈ പേർഷ്യക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്ന അരമായിക്കാണ്. അരമായിക്ക് ഭാഷയുടെ ഗ്രാമർ, പാണിനി ഗ്രാമർ ഉണ്ടാക്കിയത് BCE 600 അതിനു മുൻപ് അരമായിക് ഗ്രാമർ നിങ്ങൾക്ക് കാണാം, ഗ്രാമർ ടെക്സ്റ്റ് കാണാം. 1000 വർഷം മുൻപ് സുമേറിയയിലൊക്കെ ഗ്രാമറുണ്ട്, പുസ്തകമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സുമേറിയയിലത്തെ ആ പുസ്തകം ക്യൂനിഫോം ലാംഗ്വേജിൽ എഴുതിയത് തൃശ്ശൂർ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ വിവർത്തനം അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് BC 3000 പ്രിൻ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്, അല്ലാതെ അത് ഓറൽ ടെക്സ്റ്റ് അല്ല അത്. അപ്പം നമ്മൾ ചില വാദഗതികൾ ഉന്നയിച്ചിട്ട് ഞങ്ങളാണ് ഏറ്റവും മുമ്പെന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ കൂടി പഠിച്ചു നോക്കിയിട്ട് വേണം പറയാൻ എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റി നിർത്തുകയാണ്. കാരണം എന്താണ് ഈ മൊത്തം 10 മണ്ഡലങ്ങളിൽ കൂടി ഇവർക്ക് പറയാനുള്ള മെയിൻ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കിയാലാണ് ഈ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ള ആശയത്തെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ അതിൻ്റെ ശരിയെന്ത് തെറ്റെന്ത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിനു മുൻപ് ഈ ഋഗ്വേദത്തിൻ്റെ 7 അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞു, 2 തൊട്ട് 2, 3, 4, 5, 6, 7 യുദ്ധം, പിടിച്ചടക്കൽ, അവരെ സമ്പത്തുകൾ സ്വന്തമാക്കൽ, ദൈവത്തോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കറുത്ത തൊലിയുള്ളവനെ ഉരിഞ്ഞു കളയൽ, വൃത്രനെ ഇന്ദ്രൻ കൊല്ലുന്നു. ആ വൃത്രൻ എന്ന് പറയുന്ന ആള് ഒരു ബ്രാഹ്മണനാണ്. അവനെ കൊന്നതുകൊണ്ട് ഇന്ദ്രന് ബ്രാഹ്മണ ശാപം ഉണ്ടാകുന്നു. ആ ശാപം 4 വിഭാഗം ആളുകൾക്ക് കൊടുക്കുന്നു. അതിൽ 25% ബ്രാഹ്മണ ശാപം കൊടുത്തതാണ് സ്ത്രീകൾക്കുള്ള ആർത്തവം. അതുകൊണ്ടാണ് ആർത്തവമുള്ള സ്ത്രീകൾ അമ്പലത്തിലേക്ക് പോകരുതെന്ന് പറയണത്. കാരണം അതൊരു ബ്രാഹ്മണശാപത്തിൻ്റെ, ഇന്ദ്രനുണ്ടായ ബ്രാഹ്മണശാപത്തിൻ്റെ, ബ്രഹ്മശാപത്തിൻ്റെ 25%
ഇന്ദ്രൻ പെണ്ണുങ്ങൾക്ക് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആർത്തവം ഇപ്പോൾ ഉണ്ടാവാനുള്ള കാരണമെന്നാണ് ഋഗ്വേദം പറയുന്നത്. അപ്പോൾ ഈ കറുത്ത തൊലിക്കാർക്കെതിരെ ഇന്ത്യയിൽ കാണുന്ന വ്യാപകമായിട്ടുള്ള ഒരു അവഹേളനപരമായിട്ടുള്ള സ്വഭാവം ഇതിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ പണ്ഡിതന്മാരോട് പറഞ്ഞാൽ ഉടൻ തന്നെ അവർ മറുപടി പറയും. എന്താ മറുപടി പറയുക? ഈ കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്നത് കറുത്ത തൊലീനെയല്ല ഉദ്ദേശിക്കണേ, അല്ലെങ്കിൽ വെളുത്ത തൊലീനെയല്ല ഉദ്ദേശിക്കണേ. കറുപ്പ് എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്. അപ്പോൾ കറുത്ത തൊലി മാറ്റണം എന്ന് പറഞ്ഞാൽ അന്ധകാരത്തെ മാറ്റണം എന്നാണ് ഈ കവി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വേദപണ്ഡിതൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും പ്രിയമുള്ളവരൊരു കാര്യം മനസ്സിലാക്കണം, അന്ധകാരത്തെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കവിക്ക് കിട്ടിയ ഏക സാധനം ഈ കറുത്ത മനുഷ്യൻ്റെ തൊലിയാണ് എന്ന് ആലോചിക്കുമ്പോൾ അവൻ്റെ മനസ്സിലിരിപ്പ്, ഈ വേദം എഴുതിയ ആളുടെ മനസ്സിലിരിപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വേറൊരു ഉദാഹരണം കിട്ടിയില്ല അന്ധകാരത്തെ കാണിക്കാനായിട്ട്. ആകെ കിട്ടിയ ഉദാഹരണം അന്ധകാരത്തിന് കറുത്ത തൊലിയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ നിന്ന് കാണുന്ന ഇത്തരത്തിലുള്ള വൈകൃതങ്ങളുടെ, അതുകൊണ്ടാണ് നമുക്ക് സായിപ്പന്മാരോട് ഒരു അടിമത്ത മനോഭാവം ഉള്ളത്. നമുക്ക് ട്രംപിനെ കാണുമ്പോഴും മെലോണിനെ കാണുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ദാസ്യഭാവമുണ്ട്. വെറുതെ നമ്മളിവിടെ ആൻറ്റി കൊളോണിയൽ അതെന്നൊക്കെ പറയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കൂടെ ഈ 10 മണ്ഡലങ്ങളും ഒരുമിച്ച് നിർത്തിയാൽ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന സൃഷ്ടിയെക്കുറിച്ചുള്ള ചില ധാരണകളുണ്ട്. ഇപ്പം നാസദീയ സൂക്തം അല്ലെങ്കിൽ ഹിരണ്യഗർഭം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ ലേറ്ററായിട്ട് ആഡ് ചെയ്തതാണെങ്കിലും അതിൽ കിട്ടുന്ന സൃഷ്ടിയുടെ ആശയം എന്താണ്? എന്തിനാണ് നമ്മൾ ഈ യാഗങ്ങളൊക്കെ നടത്തുന്നത്? അവിടെയാണ് ഈ പഴയ നിയമവും ഋഗ്വേദവും തമ്മിലുള്ള കൃത്യമായ വ്യത്യാസം ഇരിക്കുന്നത്. ഇവർ പറയുന്നത് ഉണ്ടായിരിക്കുന്ന ഒന്നിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അതായത് മുമ്പ് ആദിയിൽ ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ശങ്കരാചാര്യരൊക്കെ വാദമനുസരിച്ച് ഒരു ആലിൻ കുരുവാണ് ആദ്യം ഉണ്ടായിരുന്നത്, ആണ് വിത്ത്. ഈ ആലിൻ കുരുവിൽ നിന്നാണ് ആല് മുളച്ചുണ്ടാവുന്നത്. അതുപോലെ ഏറ്റവും ആദ്യം ബ്രഹ്മൻ ഉണ്ടായിരുന്നു. ആ ബ്രഹ്മനിൽ നിന്ന് ബ്രഹ്മ ഉണ്ടായി. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായി? സ്വർണഗർഭം, ഹിരണ്യഗർഭം ഉണ്ടായി. ആ ഹിരണ്യഗർഭത്തിൽ നിന്നാണ് ദേവന്മാരും ദേവികളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ദേവന്മാരും ദേവിമാരും ഒക്കെ ഇതൊന്നും കോൺഷ്യസ്നെസ് ഉണ്ട്, പക്ഷെ ചോയ്സ് ഇല്ല. ചോയ്സ് എന്ന് പറഞ്ഞാൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് ആദിയിലുണ്ടായിരുന്ന ഈ യാഥാർത്ഥ്യത്തിന് ബോധമേ ഉള്ളൂ, വിവേചിച്ചറിയില്ല. ബോധമുണ്ട്, അല്ലാണ്ട് ഇത് ശരി അത് തെറ്റ് അങ്ങനത്തെ വിവേചനമില്ല. കാരണം ചോയ്സ് ഇല്ല. അപ്പം ചോയ്സ് ഇല്ലാത്ത തന്നെത്താൻ, ഇപ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം വരുന്നതാണോ, സൂര്യൻ പ്രകാശം നൽകുന്നതാണോ, പശു പാൽ തരുന്നതാണോ, പശുവിൽ നിന്ന് പാൽ ലഭിക്കുന്നതാണോ? അതുപോലെ ബ്രഹ്മനിൽ നിന്ന് ഈ എൻ്റെ സർവം ബ്രഹ്മമയം എന്ന് കേൾക്കുന്നില്ലേ? ആ സർവം ബ്രഹ്മമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രഹ്മനിൽ നിന്ന് ഇത് തന്നെത്താൻ സൂര്യനിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നത് പോലെ ഹിരണ്യഗർഭം ഉണ്ടാവുകയും ആ ഹിരണ്യഗർഭത്തിൽ നിന്ന് പ്രസവിച്ചിട്ടാണ് ആരുണ്ടാവുന്നത്? ഈ സൃഷ്ടിസ്ഥിതി സംഹാരമായ ഈ വിഷ്ണു ഒക്കെ ഉണ്ടായി വരുന്നത്. ശരിക്ക് വിഷ്ണു ഒന്നും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിൽ പെടുന്നതല്ല. അത് പിന്നീട് വിഷ്ണു പുരാണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വരുന്നതാണ്. അപ്പോൾ ഈ ദൈവങ്ങൾ മുഴുവൻ ഉണ്ടായതാണ് ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ. അങ്ങനെ ഈ പ്രപഞ്ചം എന്ത് ചെയ്യാണ്? പ്രപഞ്ചമായിട്ട്, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് ഈ മൊട്ട ഹിരണ്യഗർഭം എന്ന് വെച്ചാൽ ഈ അന്തം, ഈ വിത്ത് വിരിഞ്ഞ് പ്രപഞ്ചമായി രൂപാന്തരപ്പെടുന്നു. അതിലെ ഒരു ഭാഗമാണ് നമ്മൾ. ഈ നമ്മളിലെ ഓരോരുത്തരിലും ഇപ്പോൾ ഒരാൾ കുടത്തിൽ വെള്ളം എടുത്താൽ, വേറൊരാൾ കുടത്തിൽ വെള്ളം എടുത്താൽ, അതുപോലെയാണ് നമ്മൾ ഓരോ ജീവജാലങ്ങളും. അതാണ് പറയുന്നത് ഏകം സത് വിപ്ര ബഹുധ വദന്തി. സത്ത് ഒന്നാണ്. പുല്ലെടുത്താലും പുഴുവെടുത്താലും പൂമ്പാറ്റി എടുത്താലും മനുഷ്യനെടുത്താലും ആനേനെടുത്താലും പുലീനെടുത്താലും അതിൻ്റെ അകത്തുള്ളത് ഏക യാഥാർത്ഥ്യമാണ്.
ഇതാണ് അവർ പറയുന്നത്. ആ യാഥാർത്ഥ്യം ഇങ്ങനെ വിരിഞ്ഞ് സൃഷ്ടി സ്ഥിതി സംഹാരം. സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. വിഷ്ണു സൃഷ്ടിക്കുന്നു, ശിവൻ അതിനെ വിഴുങ്ങുന്നു. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, ശിവൻ ഇല്ലാതാക്കുന്നു. സൃഷ്ടി സംഹാരം, സൃഷ്ടി സംഹാരം, സൃഷ്ടി സംഹാരം, അതാണ് സ്ഥിതി. അപ്പോൾ ഒരു സ്ഥലത്ത് വളരുന്നു, വേറെ സ്ഥലത്ത് ചെയ്യുന്നു, വളരുന്നു, ചെയ്യുന്നു, വളരുന്നു, ചെയ്യുന്നു, വളരുന്നു, ചെയ്യുന്നു, വളരുന്നു, ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഒരു ക്ലൈമാക്സിലെത്തിയിട്ട് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകുന്നു. അതാണ് കാലം. അപ്പോൾ കാലം എല്ലാറ്റിനെയും വിഴുങ്ങി വീണ്ടും ഇത് ബ്രഹ്മനായിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വിത്ത് എടുക്കുക, ആ വിത്ത് വളരുന്നു, ചെടിയാകുന്നു, മരമാകുന്നു, കായ്കളാകുന്നു, എല്ലാ മരവും ചീഞ്ഞു പോയി ബാക്കി ആ ആദ്യത്തെ വിത്ത് തന്നെ കിട്ടുന്നു. ഇതാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഇതിനകത്ത് കിടക്കുന്ന വീക്ഷണം. അപ്പോൾ ഇതിനൊരു റിതമുണ്ട്, ആ കോസ്മിക് റിതം. അപ്പോൾ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വളരുന്നു, ചെയ്യുന്നു, വളരുന്നു, ചെയ്യുന്നു, വളരുന്നു, ചെയ്യുന്നു എന്നുള്ള ഈ പ്രക്രിയയിൽ നിന്ന്, ഈ റിതത്തിൽ നിന്ന് ആ ചെയ്യൽ പ്രക്രിയ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനവർ മോഡേൺ ഫിസിക്സിലെ തിയറിയൊക്കെയാണ് പറയുന്നത്. അവർ പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്. ആ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻട്രോപ്പി എന്നാണ്. എന്താണ് എൻട്രോപ്പി? നിങ്ങളൊരു ക്ലാസ്സിലേക്ക് ചെല്ലുകയാണെന്ന് കരുതുക. ഞാൻ അധ്യാപകനാണ്. ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പിള്ളേരെ അത് പറയണ ഇത് പറയണ ഇത് പറയണ ഇങ്ങനെ കലപില 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 എന്ന് പറയുന്ന ഒരു സ്വരം ഉണ്ടാവും. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഈ സ്വരം കുറഞ്ഞു 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 വരും. അത് കഴിഞ്ഞ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ അത് ശാന്തമായി. ആ നിശബ്ദതയിലാണ് പിന്നെ ക്ലാസ് എടുക്കുക. ഇനി ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന്, അപ്പോൾ അതൊരു ഓർഡറിൽ നിൽക്കുകയാണ്. ഓർഡറിൽ ആരെങ്കിലും വന്ന് എന്നെ പുറത്തുനിന്ന് സാറേ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ വാതിലിൻ്റെ അടുത്തേക്ക് പോയാൽ ഈ ഓർഡർ തന്നെത്താൻ ബ്രേക്ക് ഡൗൺ ആവും. അണ്ട് കലപില 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 ഈ സ്വരം ഇങ്ങനെ ക്ലാസ്സിൽ കൂടി 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 വരും. അപ്പം ഞാൻ താഴെയുള്ള ക്ലാസ്സാണെങ്കിൽ സൈലൻസ് പ്ലീസ് എന്ന് പറയുമ്പോൾ അത് സൈലൻ്റായി. അപ്പം എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ക്രമത്തിൽ നിന്ന് ആ ക്രമം തന്നെത്താൻ ഡീകേ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഇത് നോബൽ സമ്മാനത്തിന് തുല്യമായ ഒരു റേഞ്ചുള്ള ഒരാളുടെ ലേഖനത്തിൽ നിന്ന് എനിക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അധ്യാപകൻ തന്നിട്ട് വായിച്ച് മനസ്സിലാക്കിയതാണ്. നിങ്ങൾ ചായ ചൂടാക്കി വെക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ ചൂട് തന്നെത്താൻ ഇല്ലാതായി പോകുന്നു. അപ്പോൾ ബ്രഹ്മനിൽ നിന്ന് രൂപം കൊണ്ട ഈ സർവപ്രപഞ്ചവും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് വിധേയമായതിനാൽ അതിങ്ങനെ ചീഞ്ഞ് പോകുമ്പോൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും ഉത്തരവാദിയാണോ? അല്ല, അതതിൻ്റെ സ്വാഭാവികതയാണ്. അപ്പോൾ ആ ഋതത്തെ, അതായത് ഇപ്പോൾ ഒരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ ആ കാറിൻ്റെ എൻജിൻ കുറച്ച് കഴിഞ്ഞാൽ കേട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രീസൊക്കെ ഇട്ട് അതിനെ നിലനിർത്തുന്നത് പോലെ പ്രപഞ്ചക്രമത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ അഗ്നിയിൽ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച്, അല്ലെങ്കിൽ ഗംഗാ നദിയിൽ പാലൊക്കെ ഒഴിച്ച് ഈ പ്രപഞ്ചക്രമത്തെ, അത്രയ്ക്കുള്ളൊരു കോസ്മിക് ചിന്തയാണ് ഈ ഋഗ്വേദം അവതരിപ്പിക്കണേ. അപ്പോൾ ചെയ്യുന്ന പൂജകളൊക്കെ എന്തിനാണ്? എല്ലാ പൂജകളിലൂടെയും ഈ പ്രപഞ്ചക്രമത്തിൻ്റെ ലയഭംഗത്തെ, എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഹാർമണി ഇല്ലാതാകുമ്പോൾ ആ ഹാർമണീനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോ സൂക്തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ആ യാഗം അർപ്പിക്കുമ്പോൾ പ്രപഞ്ചക്രമത്തിൻ്റെ ലയഭംഗത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് സർവ്വജനങ്ങൾക്കും ഐശ്വര്യമുണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ വേദപണ്ഡിതന്മാർക്ക് നിങ്ങൾ സകല സമ്പത്തും ദാനം ചെയ്താൽ ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്നിവർ പറയണേ. കാരണം ഈ പ്രപഞ്ചക്രമത്തെ തന്നെ താങ്ങി നിർത്തുന്നവരാണ് ഇവർ ഇത് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചക്രമത്തെ തകർക്കുന്നതിൽ ആരെങ്കിലും ഉത്തരവാദിയാണോ? അല്ല, അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് വേദപണ്ഡിതന്മാരോട്
വാദപ്രതിവാദം നടത്തിയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളത്. ഇതിനേക്കാൾ അപ്പുറത്ത് മനസ്സിലായിട്ടുള്ള ആളുകളില്ല എന്നല്ല ഞാൻ പറയണേ. അതുകൊണ്ടാണ് ഈ പശ്ചാത്തലം വെച്ച് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് പരിശോധിച്ച് നോക്കാം.